ഒരു നാട്ടില് ഷെയർ കൂടി ആളുകൾ അറുക്കുന്ന സമയത്ത് ആ മൃഗത്തെ അറുക്കാനുള്ള അവകാശം ആർക്കാണ്? ആരാണ് അത് അറുക്കേണ്ടത്? ഉളുഹിയ്യത്ത് അറുക്കേണ്ടത് ആരാണ്? 7 ആളുകൾ ഷെയർ കൂടി ഒരു മൃഗത്തെ അറുക്കുമ്പോൾ ആ മൃഗത്തെ അറക്കലാരാ? 7 ആളും കൂടെ അറക്കുകയാണോ? അങ്ങനെയല്ല. അറുക്കേണ്ടത് ആരാണോ ഉളുഹിയ്യത്ത് കർമ്മത്തിൽ പങ്കാളികളായത് അവരാണ് അറുക്കേണ്ടത്. ഏറ്റവും അഫ്ദൽ അതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉളുഹിയ്യത്ത് അറുക്കുമ്പോൾ സ്വന്തം കൈ കൊണ്ട് 63 ഒട്ടകം അറുത്തു. 100 ഒട്ടകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉളുഹിയ്യത്ത് അറുക്കുന്നുണ്ട്. 63 ഒട്ടകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൈ കൊണ്ട് അറുത്തു. ബാക്കി അലി റളിയല്ലാഹു അൻഹുവിന് വക്കാലത്ത് കൊടുത്തു. അതുകൊണ്ട് തന്നെ ആരാണോ ഉളുഹിയ്യത്ത് കർമ്മം നടത്തുന്നത് അയാളാണ് യഥാർത്ഥത്തിൽ അറക്കാൻ അവകാശി. അദ്ദേഹമാണ്. അയാൾ അറക്കലാണ് അഫ്ളലും. അതിന് പറ്റുന്നവരൊക്കെ അങ്ങനെ തന്നെ ചെയ്യണം. എന്നാൽ 7 ആളുകൾ പങ്കാളികളായ ഒരു മൃഗമാണെങ്കിൽ 7 ആളും കൂടെ അറക്കേണ്ടതില്ല. അതിൽ 7 ആളും കൂടെ ഒരാളെ ചുമതലപ്പെടുത്തുക. ഈ 7 ആളും കൂടെ ആ കൂട്ടത്തിൽ ഒരാളെ ചുമതലപ്പെടുത്തുക. അദ്ദേഹം ആ അറവ് നടത്തുക. അല്ലെങ്കിലോ ഇതിൽ ആരും അറക്കാൻ ധൈര്യമുള്ള ആളില്ല, അതിന് പ്രാപ്തനായ ആളില്ല, എന്നാൽ 7 ആളും കൂടെ മറ്റൊരു വ്യക്തിയെ അറക്കാൻ പ്രാപ്തനായ ഒരാളെ വക്കാലത്താക്കുക. അങ്ങനെയാണ് അറക്കേണ്ടത്. അല്ല, ഈ കൂട്ടത്തിൽ ഒരാളുണ്ടെങ്കിൽ എല്ലാവരും കൂടെ അദ്ദേഹത്തിന് സമ്മതം കൊടുത്ത് അങ്ങനെ അദ്ദേഹം അറക്കുക. ഒരാൾ അർത്താൽ മതിയാവും. ഇങ്ങനെ അല്ലെങ്കിൽ പുറത്തൊരാളെ ഇവർ എന്ത് ചെയ്യണം? വക്കാലത്താക്കണം. എന്നിട്ട് അദ്ദേഹം അറക്കണം.